ഞാനങ്ങനെ ഡീറ്റെയിലും തിരക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ സിനിമയല്ല ആവശ്യം. ഞാനും പറഞ്ഞില്ലേ, ഏതെങ്കിലും കിട്ടുന്ന കഥാപാത്രം, എല്ലാ കഥാപാത്രവും ഇല്ല അവാർഡിന് വേണ്ടിയിട്ടൊരു അഭിനയം, അല്ലെങ്കിൽ പിന്നെ വേറൊരു അഭിനയം, പൈസ കുറവുള്ള സിനിമയ്ക്കൊരു അഭിനയം, പൈസ കൂടുതൽ കിട്ടുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെന്ന് ചെയ്യുന്ന അവരാ തീരുമാനിക്കുന്നത്. ഈ റെമ്യൂണറേഷൻ ഒക്കെ ബാർഗെയിൻ ചെയ്യാൻ പലരും ശ്രമിക്കാറില്ല. അങ്ങനെയൊന്നുമില്ലെന്ന് ഇപ്പം. നമ്മൾ അങ്ങനെയൊന്നും കത്തിച്ച് മേടിക്കുകയല്ലോ. നമ്മൾ പറയുന്നത് തന്നെ അവർ തരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ വലിയ കൊള്ളയതുകൊണ്ടും മേടിച്ചുകൊണ്ട് പോകുന്നില്ല. ദിലീഷ് ചേട്ടൻ അങ്ങനെ റെമ്യൂണറേഷൻ കുറവായതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ച സിനിമയുണ്ടോ? പറയണ്ട. റെമ്യൂണറേഷൻ്റെ കാര്യവുമായി ഞാൻ ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ, ചില സിനിമകൾക്ക് ഞാൻ റെമ്യൂണറേഷൻ ഫാക്ടറായിട്ട് വെക്കാറുണ്ട്. തീരെ ചിലപ്പം വർക്കാവാത്ത സിനിമകളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും റെമ്യൂണറേഷൻ വാങ്ങാതെ ഒരു സിനിമയിൽ പിന്നെ തീർച്ചയായിട്ടും ആണല്ലേ? അതിപ്പോൾ നമുക്ക് ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടി ആ ക്യാരക്ടർ എഴുതപ്പെടുമ്പം ആ ക്യാരക്ടറിൽ നമുക്ക് എത്ര പ്രസക്തി ഉണ്ട്, ആ സിനിമയുടെ സാധ്യത, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഞാൻ റെമ്യൂണറേഷൻ സംസാരിക്കാറ്. അപ്പം നിരവധി സിനിമകൾ ശമ്പളം മേടിക്കാതെ ചെയ്തിട്ടുണ്ട്.